ഇന്ന് കുറച്ചധികം മുല്ലപ്പൂ കിട്ടിയപ്പോൾ ഞാനൊരു മുല്ലപ്പൂ മാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ മുല്ലപ്പൂക്കളൊക്കെ കാണുമ്പോൾ സന്തോഷത്തിലേറെ എനിക്കൊരു മരണ ദിവസമാണ് ഓർമ്മ വരിക കേട്ടോ. എൻ്റെ ഉമ്മൂമ്മ, അതായത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ മരണപ്പെട്ട ദിവസം ഈ ഒരു മുല്ലപ്പൂക്കളൊക്കെ പൂക്കുന്ന ആ ഒരു സീസണാണ്, അതായത് വെക്കേഷൻ്റെയൊക്കെ ആ ഒരു ടൈം. അങ്ങനെ ഞങ്ങൾ ഉമ്മൂമ്മ മരണപ്പെട്ട് ഒരു വൈകുന്നേരം 4 മണി 4:30 ആ സമയത്താണ് മറ പെയ്യുന്നത്. അപ്പോഴേക്കൊക്കെ നമ്മുടെ കൺട്രോളിൽ നിന്ന് വിശപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് വിശപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. അടുത്തുള്ള വീട്ടിൽ നിന്ന് ഫുഡൊക്കെ തരുന്നുണ്ട്, പക്ഷെ നമുക്കത് കഴിക്കാനൊന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രയും നേരം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് അതായത് വിശപ്പ് നമുക്ക് ആ ഒരു കൺട്രോളിൽ വരാത്തൊരു അവസ്ഥയായി. പക്ഷെ നമുക്കാണെങ്കിൽ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ഫുഡ് വെക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അവർ റെഡിയാക്കണ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കുളിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കുളിക്കാൻ വിടുകയാണ്. അന്നൊന്നും നമ്മളെ വീട്ടിൽ കിണറോ പൈപ്പ് വെള്ളം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്തുള്ള വീട്ടിലോ പുഴയിലൊക്കെ പോയിട്ടാണ് നമ്മൾ കുളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അന്ന് നമ്മൾ അടുത്തുള്ള വീട്ടിൽ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഞങ്ങളൊരു 6-7 കുട്ടികളുണ്ടാവും, ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി ഓരോരുത്തർ ആണ് കുളിക്കുക. അപ്പോൾ ആ വീടിൻ്റെ അതിർത്തിൻ്റെ അപ്പുറത്ത് നിറയെ മുല്ലപ്പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു മൈൻഡ് നമുക്ക് അറിയാലോ. കുട്ടികളാവുമ്പോൾ മുല്ലപ്പൂ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ മുല്ലപ്പൂക്കൾ കണ്ടാൽ വെറുതെ വിടില്ല. പക്ഷെ ഞങ്ങൾക്കത് കണ്ടിട്ട് ഈ ഒരു സൈഡ് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമവും ദുഃഖം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ മുല്ലപ്പൂ കാണുമ്പോൾ നമുക്ക് അത് എടുത്തിട്ട് മാല കോർത്ത് തലയിൽ ചൂടാനുള്ള ആഗ്രഹം അതിലേറെയുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മുല്ലപ്പൂക്കളൊക്കെ പറിച്ച് അതിങ്ങനെ ഇതുപോലെ മാലകൾ കോർത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, മാല കോർത്ത് ആ വീട്ടിൽ തന്നെ അത് വെച്ചിട്ട് പോന്നു. ഞങ്ങൾ തലയിലൊന്നും ചൂടിയില്ല. അപ്പോൾ അത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊക്കെയാണ്.